ഹായ്. അപ്പോഴേ ഈ ഒരു ആശാന നിങ്ങൾക്കറിയോ? ഇതുണ്ടെങ്കിലേ നമ്മൾ എത്ര ചോറ് തീരുന്നെന്നറിയില്ല, അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് അത്യുഗ്രൻ ടേസ്റ്റിലുള്ള ഉള്ളിച്ചമ്മന്തി. അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വെറും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ടേസ്റ്റിൽ, അതും സൂപ്പർ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉള്ളിച്ചമ്മന്തി റെസിപ്പിയാണ്. മസ്റ്റ് ട്രൈ ഐറ്റാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ നമ്മുടെ ചമ്മന്തിക്കായിട്ട് ഇവിടെ വേണ്ടുന്നതാണ് ചെറിയ ഉള്ളി. ഞാനിവിടെ 10 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. കുഞ്ഞു പീസസ് ആക്കി നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളുടെ നാട്ടിൽ ഇത് ഉടച്ചു കൊടുക്കാന്നൊക്കെ പറയട്ടോ. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല. എനിവേ നമ്മൾ നല്ലതുപോലെ അതിന്റെ ജ്യൂസൊക്കെ ഒന്ന് പുറത്ത് വരണം, ആ ഒരു രീതിയിൽ നല്ല ഫോഴ്സിലൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇങ്ങനെയും ചെയ്തെടുത്താൽ പെട്ടെന്ന് അതൊന്ന് വാടി കിട്ടണം കേട്ടോ, കുഴഞ്ഞു കിട്ടണം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഇവിടെ സെറ്റായിരിക്കുവാണ്. നല്ലതുപോലെ കണ്ടോ, ജ്യൂസൊക്കെ സെപ്പറേറ്റ് ആവുന്ന തരത്തിൽ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് കേട്ടോ. കറിയുടെ ഒരു ആവശ്യവും ഇല്ല, ചോറൊക്കെ ഒത്തിരി കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അടുത്തതായി നമുക്ക് വേണ്ടുന്നതാണ് വറ്റൽമുളക്. ഞാനിവിടെ ഒരു വറ്റൽമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വറ്റൽമുളകും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വറ്റൽമുളക് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ ഇടുമ്പോഴും ചൂടാക്കിയിട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. ഓക്കെ, അപ്പോൾ വറ്റൽമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ വളരെ കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്തത്. ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഏതെങ്കിലും പീസസ് ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കണേ. ഓക്കെ, അടുത്തതായി വേണ്ടുന്നതാണ് പുളിവെള്ളം. കൂടെ തന്നെ നമുക്ക് വേണ്ടുന്നതാണ് മുളക് പൊടി. 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഏറ്റവും അവസാനം നമുക്ക് വേണ്ടുന്നതാണ് ചൂട് വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടോടെ തന്നെ ആഡ് ചെയ്യണം കേട്ടോ. ഞാനിവിടെ 3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ചൂടോടെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. വെളിച്ചെണ്ണയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡിയാണ്. ഒരു പറ നിറയെ ചോറ് കഴിക്കാനുള്ള ഒരു കറി, ഈ ഒരു കറി മാത്രം മതി. നമ്മൾ ചോറ് എത്ര കഴിക്കുന്നതെന്ന് തന്നെ അറിയില്ല, അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യൂ. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആണ്. ഒരിക്കൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.